അതിപ്രാചീന കാലം മുതൽക്കു തന്നെ കാഴ്ചയുടെ വിസ്മയങ്ങൾ മനുഷ്യനെ കൊതിപ്പിച്ചു. ഒരേ ദൃശ്യത്തിന്റെ നിരവധി വീക്ഷണകോണുകൾ അവൻ ചിത്രരചനയിൽ പരീക്ഷിച്ചു. കാഴ്ചയുടെ തെളിമ സാധ്യമാക്കിയ ലെൻസ് എന്ന വസ്തു ക്രിസ്തുവിനും 800 വർഷം മുമ്പ് അവൻ കണ്ടുപിടിച്ചിരുന്നു. മനുഷ്യ സമൂഹം ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു ലെൻസിൻ്റെ ഡേറ്റഡ് പിൽക്കാലത്തിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലെൻസ് കണ്ടെടുത്തിട്ടുള്ളത് ക്രിസ്തുവിന് 800 വർഷം മുമ്പുള്ള ഒരു ലെൻസാണ്. അപ്പോൾ അങ്ങനെ ആ കാലത്ത് തൊട്ട് വേണമെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെയും സിനിമയുടെയും ഒക്കെ ചരിത്രം നമുക്ക് പറയാൻ പറ്റും. ഛായാഗ്രാഹണത്തെ കലയാക്കി ഉയർത്തുന്നതിൽ ലെൻസുകളുടെ സ്ഥാനം ചെറുതല്ല. പഴയ പിൻഹോൾ ക്യാമറകളുടെ സ്ഥാനത്ത് ലെൻസുകളുടെ വിസ്മയം കുക്ക് എന്ന കമ്പനി തുറന്നുവെച്ചു. സിനിമ നമ്മൾ കാണുന്നത് ഒരു പ്രൊജക്ടറുടെ ലെൻസിൽ കൂടെയാണ്. അതുപോലെ തന്നെ സിനിമ എടുക്കുന്നതും ക്യാമറയുടെ ലെൻസിൽ കൂടെയാണ്. അപ്പോൾ ക്യാമറയുടെ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഗ്ലാസ് പീസ് മാത്രമല്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. കാരണം അതിൽ പലതരം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ആ ലെൻസിന് കോട്ടിംഗ് ഉണ്ട്. പലതരം ലെൻസസ് അസംബിൾ ചെയ്തിട്ട് ഫോക്കസിങ്ങിനായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതുപോലെ തന്നെ ഡയഫ്രം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയ ഒരു സിസ്റ്റം തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ സിനിമയിൽ ലെൻസ് ഉപയോഗിക്കുന്നത് കുക്ക് ലെൻസ് എന്ന് പറയുന്നതാണ്. ആ കുക്ക് ലെൻസ് എന്ന് പറയുന്ന ലെൻസ് ഒരു 1885 വർഷം ടൈലർ ബ്രദേഴ്സിന് അവരൊരു കമ്പനി ഉണ്ടായിരുന്നു. അവർ മാജിക് ലാൻറ്റേൺസ് ഉണ്ടായിക്കൊണ്ടിരുന്ന കമ്പനിയാണ്. അതിലേക്ക് ഒരു വില്യം ഹോബ്സൺ എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് അതിൽ സെയിൽസ് മാനേജറായിട്ട് മാറിയതിന് ശേഷം ടൈലർ ആൻഡ് ഹോബ്സൺ എന്ന പേരിലാണ് ആ ലെൻസ് ഇറങ്ങിയത്. പിന്നീട് ഏതാണ്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അതിൽ കുക്ക് എന്ന ഒരു കമ്പനിക്കാർ വന്ന് ജോയിൻ ചെയ്തിട്ട് അങ്ങനെയാണ് കുക്ക് ലെൻസ്, ട്രിപ്ലെറ്റ് ലെൻസ്, 3 എലിമെൻറ്റുള്ള 3 പീസുള്ള ലെൻസ്, ട്രിപ്ലെറ്റ് ലെൻസ് എന്ന് പറഞ്ഞ കുക്ക് ലെൻസ് ഉണ്ടായത്. ആ ലെൻസ് ഉപയോഗിച്ച് ഒരുപാട് ഹോളിവുഡ് ചിത്രങ്ങൾ ആ കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ സിനിമയുടെ തുടക്കകാലത്തിൽ മുഴുവനും കുക്ക് ലെൻസാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സാധാരണ മുമ്പ് ഉപയോഗിച്ചിരുന്നൊക്കെ സിംഗിൾ എലിമെൻ്റായിരുന്നു. കുക്ക് ലെൻസ് ആകുമ്പോഴത്തേക്ക് അതിൽ 3 എലിമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുക്ക് പാങ്ക്രോ എന്ന് പറഞ്ഞ ഒരു ലെൻസ് ഉണ്ടായിരുന്നു. ആ കുക്ക് പാങ്ക്രോ വന്നപ്പോഴത്തേക്ക് പാങ്ക്രോമാറ്റിക് ഫിലിമിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ ലെൻസാണ്. അതിനു മുമ്പ് കാരണം എന്തായാലും പലതരം ഫിലിംസ് ആദ്യകാലത്തുണ്ടായിരുന്നു. ഓർത്തോ ക്രോമാറ്റിക്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൽ വന്നിട്ട് അത് വന്നിട്ട് കൂടുതൽ റെഡിന് സെൻസിറ്റീവായിരുന്നു. അങ്ങനെ ഓർത്തോ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കളറും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് പാങ്ക്രോമാറ്റിക് ഫിലിം. അപ്പോൾ അതിനായിട്ട് കുക്ക് പാങ്ക്രോ എന്ന് പറഞ്ഞിട്ട് കളർ കറക്ഷൻ ചെയ്തിട്ടുള്ള ഒരു ലെൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുക്ക് ലെൻസിൻ്റെ പ്രയോഗം. ലോക സിനിമ ചിരപരിചയിച്ച കോവ ലെൻസുകൾ, ടെക്നോവിഷൻ ലെൻസുകൾ, ആരി വിഷൻ ലെൻസുകൾ, സിനിയോ വിഷൻ ലെൻസുകൾ, സൂപ്പർ പാങ്ക്രോ ലെൻസുകൾ എന്നിവ ഇന്നു നിർമ്മിക്കപ്പെടുന്നില്ല. അവയുടെ സ്ഥാനത്ത് ഏറ്റവും ആധുനികമായ മാസ്റ്റർ പ്രൈം, അൾട്രാ പ്രൈം, കോമ്പാക്ട് പ്രൈം തുടങ്ങിയ ലെൻസ് പരമ്പരകൾ വന്നു.